അസ്സലാമു അലൈക്കും. ചായയിലാണല്ലോ എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. വേദിയിൽ ഉപവിഷ്ടരായ യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് ഫൈലി പനമരം, ജില്ലാ ജമിയത്തുൽ ഉലമയുടെയും ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും ഭാരവാഹികളായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അള്ളാഹു നമ്മുടെ കൂട്ടായ്മ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലുകൾ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, 1926 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളീയ സമൂഹത്തിലും വിശിഷ്യ മലയാളികൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ ദീനീ ചൈതന്യത്തിൻ്റെ പുരോഗതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 26 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ശക്തിക്കും വെല്ലുവിളിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം മുന്നേറുകയാണ്. ആര് തന്നെ തടയിട്ടാലും സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെടുമെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. 1947 ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണക്കടുത്ത കാര്യവട്ടത്ത് നടന്ന സമ്മേളനത്തിൽ ബഹുവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കേണ്ട ആവശ്യകതയെ സൂചിപ്പിക്കുകയുണ്ടായി. 47 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ അതുവരെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒന്നിച്ചായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ മടക്കത്തോടുകൂടി ഇനി ഒരു മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്തെ സ്കൂളിൽ മതം പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നതിൻ്റെ വെളിച്ചത്തിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് 51 ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണം ഉണ്ടായത്. ആ വിദ്യാഭ്യാസ ബോർഡിനെ രൂപീകരിച്ച് ഇന്ന് 2024 ആകുമ്പോൾ 10,786 മദ്രസകൾ അതിൻ്റെ കീഴിൽ സുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടുകൂടെ 1959 സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് രൂപം നൽകപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പെട്ടെന്നിലേക്ക് കടന്നു പോവുകയാണ്. ഒരനുഭവം പറഞ്ഞു തുടങ്ങാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അത് ചായയിലും കടിയിലും ആണോ? അല്ലല്ലേ? എന്താ പറയുക, എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളെ. എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ഓഫീസുമായി ബന്ധപ്പെടുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളൊക്കെ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരനുഭവം പറയാം. ബഹുമാന്യനായ ജിഫ്രി തങ്ങളും ഞാനും ഖത്തറിൽ സുപ്രഭാതത്തിൻ്റെ എഡിഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര പോവുകയുണ്ടായി. തങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഖത്തറിൽ നിന്ന് മടങ്ങി. ഞാൻ 10 ദിവസത്തോളം ഖത്തറിൽ നിൽക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഖത്തറിൽ അന്ന് 11 മദ്രസകളാണ് ഖത്തർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ റേഞ്ചിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞു, മദ്രസയുടെ പഠനാരംഭത്തിന് സമയമാണിപ്പോൾ. പഠനാരംഭം കുറിക്കാൻ വേണ്ടി നിങ്ങളും ഞങ്ങളെ കൂടെ നിന്ന് വന്നാൽ നന്നാകുമായിരുന്നു എന്ന് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഭാരവാഹികൾ സൂചിപ്പിക്കുകയുണ്ടായി. അവരെ കൂടെ പഠനാരംഭത്തിന് വേണ്ടി ഖത്തറിലെ 11 മദ്രസകളും സന്ദർശിച്ചു. ഒരു മദ്രസയിൽ ചെന്നപ്പോൾ 10ഓളം മുഅല്ലിമീങ്ങളുണ്ട്. ആ മദ്രസയിൽ 200-ൽ പരം കുട്ടികളുമുള്ള വലിയൊരു മദ്രസയാണ്. സ്ഥലപ്പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഈ ഒരു ഹാളിലെ കുട്ടികളെ ഒരുമിച്ച് കൂടി ഞങ്ങൾ സ്റ്റേജിലുണ്ട്. 8-10 പേരുണ്ട് മുഅല്ലിമീങ്ങളെ, ചെറുപ്പക്കാരാണല്ലോ. അപ്പോൾ അവരെൻ്റെ പുറകിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, അവിടുത്തെ സദർ മുഅല്ലിം വളരെ ചെറുപ്പക്കാരൻ, റഹ്മാനിയാണ്.
ഞാൻ കുട്ടികളോട് ചോദിച്ചു, അല്ല മക്കളെ, ഈ ഇരിക്കുന്ന നിങ്ങളെ സദറുസ്താദിൻ്റെ താടി കറുക്കാനും എൻ്റെ താടി വെളുക്കാനും എന്താ കാരണമെന്ന് ചോദിച്ചു. കുട്ടികൾ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി പുറകിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കാനായി എന്നതിന് അടയാളാണത്. സന്തോഷമായി. പിന്നെ ആ കുട്ടിയെ വിട്ടില്ല ഞാൻ. കുട്ടിയുടെ അടുത്ത ചോദ്യം, ഞാൻ മരിച്ചാൽ എന്താ ഉണ്ടാവുക? നിങ്ങളെ കബറിൽ കൊണ്ടുപോയി വെക്കും. പെൺകുട്ടിയാണ്. നിങ്ങൾ കബറിൽ കൊണ്ടുപോയി വെക്കും. കബറിൽ ചെന്നാലോ നിങ്ങളെന്തേ ഇവിടെ ചെയ്തു അത് നിങ്ങൾക്കുണ്ടാവുമെന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു. ഇതാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് 51 രൂപീകരിക്കപ്പെട്ട് 2024 വരെയുള്ള പ്രവർത്തന കാലയളവിലെ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തത് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ അത് അത്രയും വലിയൊരു നേട്ടം റബ്ബ് നമുക്ക് തന്നപ്പോൾ ഈ ന്യായമത്തിന് കൃത്യമായി നാളെ മരിച്ചു എന്നാൽ പടച്ചവനോട് മറുപടി പറയേണ്ടവരും കൂടിയാണ് നമ്മളെ. സുമലത്തുസ് അലുന്ന യൗമൈദിന്നാനിന്നായും നമ്മൾക്കിവിടെ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മളോട് നാളെ ചോദ്യം ചോദിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ 1959 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ഇന്ന് 566 റേഞ്ചുകൾ സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. 566 റേഞ്ചുകൾ. ഈ 566 റേഞ്ചുകളെ ക്രോഡീകരിച്ചുകൊണ്ട് 20 ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീനും പല ജില്ലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു ജില്ലാ ഘടകമാണ് വയനാട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ. അതിൻ്റെ കീഴിലെ തഖ്വിയ സംഘമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പോൾ 10,786 മദ്രസകൾ. ഇനി ഇതേവരെ ഉണ്ടായ നമ്മുടെ നേട്ടത്തെക്കാൾ ഉപരി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് വേറെ 1-2 കാര്യങ്ങളും കൂടിയും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇ ലേണിംഗ് മദ്രസ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ഒറ്റപ്പെട്ട കുട്ടികൾക്ക് മതവിദ്യ പഠിക്കാൻ സൗകര്യമാവുന്ന നിലക്കുള്ള സംവിധാനത്തിനാണ് ഇ ലേണിംഗ് മദ്രസ എന്ന് പറയുന്നത്. ആ ഇ ലേണിംഗ് മദ്രസയുടെ ഉദ്ഘാടന സന്ദർഭത്തിൽ കോഴിക്കോട് നേതാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ അതിൻ്റെ പഠനാരംഭം കുറിക്കാൻ വേണ്ടി കാനഡയിലുള്ളൊരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടു. അവിടുന്ന് ആ കുട്ടിയോട് ഉസ്താദുമാർ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇ ലേണിംഗ് മദ്രസ? ആ കുട്ടിയുടെ മറുപടി എക്സലൻ്റ്, ഭയങ്കര അതിമഹത്വരം എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ആഗോള പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ ഉദാഹരണത്തോടു കൂടി ഞാൻ. അപ്പോൾ ആ ഇ ലേണിംഗ് മദ്രസയൊക്കെ 607 രജിസ്റ്റർ ചെയ്യപ്പെട്ടു. വിവിധ രാജ്യങ്ങളിലായി, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി ഇ ലേണിംഗ് മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ചു. അതാണ് വലിയൊരു സംരംഭം, ഒരു മാറ്റം. ചില്ലറ കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 566 റേഞ്ചുകളും 20 ജില്ലാ ഘടകങ്ങളും നമുക്കുണ്ട്. അതോടുകൂടെ ഈ 566 റേഞ്ചുകൾ എവിടേക്കാണ്? 36 റേഞ്ചുകൾ ഉത്തരേന്ത്യയിലാണ്. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ കീഴിൽ ഓഫ് ക്യാമ്പസിൻ്റെ കീഴിലുള്ള ദാറുൽ ഹുദയുടെ കീഴിലുള്ള ഹാദിയ എന്ന വിദ്യാർത്ഥി സംഘടന ഉത്തരേന്ത്യയിൽ പോയി മദ്രസകൾ സ്ഥാപിച്ച് ആ മദ്രസകളിലേക്ക് ഒരു 488 മദ്രസ ഒരു 3-4 മാസം മുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടു. ആ മദ്രസകളിലേക്ക് ഏകീകരിച്ചുകൊണ്ട് 36 റേഞ്ചുകൾ ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റേഞ്ചുകളിലൊക്കെ ഈ മദ്രസകളിലായി 1,36,000 വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ. അതും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വിജയമാണ്, വിദ്യാഭ്യാസ ബോർഡിൻ്റെയും. ദാറുൽ ഹുദയുടെ ആദിയുടെ വളരെ കൃത്യമായ സംഭാവനകൾ ആ മദ്രസ രൂപീകരണത്തിനുണ്ടായിട്ടുണ്ട്. അതോടനുബന്ധിച്ചൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ വർഷം നടന്ന ഇസ്ലാമിക കലാസാഹിത്യ മത്സരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മുസാബക്ക എന്ന പേരിലുള്ള ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തപ്പെട്ട കേരളത്തിലുള്ള മത്സരം കേരളത്തിലും, കർണാടകത്തിലും, തമിഴ്നാട്ടിലൊക്കെ നടത്തി ദേശീയ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തു. അവസാനം ഈ വർഷം ദേശീയ മത്സരം ബോംബെയിലെ ഭീവണ്ടിയിലെ വടാവളി എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അത് ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസിൻ്റെ അങ്കണത്തിലാണ് വെച്ച് നടത്തപ്പെട്ടത്. മനോഹരമായി 4 നിലയുള്ള 46,000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ബിൽഡിങ്ങാണ്. ഒരൊറ്റ മനുഷ്യൻ എടുത്തു കൊടുത്തു എന്നാണ് അറിയപ്പെട്ടത്. അതിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു നാഷണൽ മുസാബക്ക. ആ മുസാബക്കയിലെ കേരളം 1ാമത് നേടിയെങ്കിലും 2ാം സ്ഥാനത്ത് വന്നത് വെസ്റ്റ് ബംഗാളാണ്. ആ വെസ്റ്റ് ബംഗാളിലെ കുട്ടികളൊക്കെ മത്സരത്തിന് വന്ന സ്ഥിതി
ചില അറബി അക്ഷരങ്ങൾ മൊഴിയാൻ അറിയാത്തത് കൊണ്ട് 3-4 അക്ഷരങ്ങൾ നോട്ടിലെഴുതി മുമ്പിൽ വെച്ചിട്ടാണ് കുട്ടികൾ ബുർദ പാരായണം നടത്തിയത്. ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും ലഭിക്കാത്ത കുട്ടികളെ ഉൾപ്പെടുത്തി ഇസ്ലാമിക കലാ മത്സര രംഗത്തേക്ക് വരെ കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിനും അതുപോലെ തന്നെ ഹാദിയ ദാറുൽ ഹുദൈൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ഹാദിയക്കും കഴിവുണ്ടായി എന്ന് ഞാൻ ഇതിനിടയിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ 566 റേഞ്ചുകളിൽ 36 റേഞ്ച് ഉത്തരേന്ത്യയിലാണ്, ബാക്കി 34 കർണാടകയിലെ, തമിഴ്നാട്ടിൽ 7, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ 8, അന്തമാൻ നിക്കോബാറിൽ 2, ലക്ഷദ്വീപിൽ 7 റേഞ്ചുകളെ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന പ്രസ്ഥാനം അതിൻ്റെ പ്രവൃത്തി പദത്തിൽ വിപുലമായി കൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ സൂചിപ്പിക്കുകയാണ്. അതോടുകൂടെ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ മദ്രസയിൽ മതവിദ്യാഭ്യാസം അഭ്യസിക്കുന്നു. 1 ലക്ഷത്തോളം മുഅല്ലിമീങ്ങളുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന മാനേജ്മെൻറ്റ് ഘടകങ്ങളും കുടുംബങ്ങളുമായാൽ 1 കോടിയോളം, എൻ്റെ കണക്കിൽ 1 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കൽപ്പുള്ള, സൗകര്യമുള്ള, ആരോഗ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ. ദിവസവും നേരം വെളുത്താൽ കുട്ടികളുമായി ബന്ധപ്പെട്ട്, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, അയൽപക്കക്കാരുമായി ബന്ധപ്പെട്ട് ദീനീ പ്രവർത്തനത്തിൻ്റെ ഗോതയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളും ഞാനുമൊക്കെ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വില മനസ്സിലാക്കിയിട്ടാവണം നാം ഓരോരുത്തരും ഇനി മുതൽ, നാളെ മുതൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഇനി SKJMCയുടെ ലക്ഷ്യം എന്താണ്? SKJMCയുടെ ലക്ഷ്യം 1, മുഅല്ലിങ്ങളുടെ വിജ്ഞാനശേഷി വർദ്ധിപ്പിക്കുക. മുഅല്ലിങ്ങളുടെ വിജ്ഞാനശേഷി വർദ്ധിപ്പിക്കലാണ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഒന്നാമത്തെ കാര്യം. ജമിയത്തുൽ മുഅല്ലിമീൻ 2011 തുടങ്ങിയ തദ്രീബ് പദ്ധതിയുടെ പ്രവർത്തനം നിങ്ങളൊന്ന് വിലയിരുത്തണം. ആ തദ്രീബ് പദ്ധതി മുഅല്ലിങ്ങളിൽ വിജ്ഞാനം വളർത്തിയോ ഇല്ലേ എന്ന് നിങ്ങൾ എന്നോട് മറുപടി പറയേണ്ടതുണ്ട്. അതിന് കൺവീനറായി ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസിക്കോട് ഒരു ഉപഹാരം നൽകപ്പെട്ടു തദ്രീബിൻ്റെ കൺവീനറായിട്ട്. ആ തദ്രീബ് പദ്ധതിയെപ്പറ്റി നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു നിറഞ്ഞ മനസ്സായിരിക്കും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം എന്തായാലും തദ്രീബ് വരുന്നതിൻ്റെ മുമ്പൊക്കെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ യോഗത്തിലേക്ക് രാവിലെ എല്ലാവരും പോകുക. ഒരു കയ്യിൽ ഒരാളുടെ കയ്യിൽ ചന്ദ്രിക ഉണ്ടാവും, മറ്റൊരാളുടെ കയ്യിൽ സിറാജ് ഉണ്ടാവും, ഒരാളുടെ കയ്യിൽ സുന്നി വയസ്സുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ ഈ പേപ്പർ കൊടുത്ത് പോയിട്ട് റേഞ്ചിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് 5 ആൾക്കാർ ബെഞ്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അവരാരാന്ന് നമുക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. എന്നിട്ട് അവിടെ അങ്ങനെ നിറച്ച ഇതൊക്കെ എന്ത് റേഞ്ചാ, മനുഷ്യൻ്റെ സമയം എന്തിനു പൊക്കിക്കളയുന്നു, ഈ പരിപാടിക്ക് രാവിലെ വരേണ്ട കാര്യമില്ല, മദ്രസ എന്തിനു ലീവാക്കി എന്നൊക്കെ ഒരു ആത്മകഥം ചെയ്യുന്ന മുഅല്ലിമീങ്ങളെയും സ്വാഭാവികമായി റേഞ്ചിൽ കണ്ടുകൊണ്ടിരുന്നു. അതോടുകൂടെ പുറത്തിറങ്ങി പല ആളുകളൊക്കെ കയ്യിലുണ്ടാകുന്ന ബീഡിയോ സിഗരറ്റ് എടുത്ത് ആഞ്ഞു വലിച്ച് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, എൻ്റെ വഴി ഇതാണെന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനത്തിൽ തദ്രീബ് പദ്ധതി കടന്നു വന്നതോടുകൂടി വളരെ അച്ചടക്കവും ചിട്ടയും ശാക്തീകരണവും ശാക്തീകരണവും ഉണ്ടായി തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാപന രീതിയും മനഃശാസ്ത്രവും കുട്ടികളുടെ സ്വഭാവ രീതിയും ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ പല മുഅല്ലിമീങ്ങളൊക്കെ തദ്രീബ് പദ്ധതിയെപ്പറ്റി മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. അതിൻ്റെ 3ാം ഘട്ടമാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ പരിപൂർണമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇപ്രാവശ്യത്തെ തദ്രീബ് പദ്ധതിയിൽ ഒരു പ്രത്യേക ഒരു മാറ്റമുണ്ട്. ആരെങ്കിലും ഒരാളെന്ന് പറയോ തദ്രീബ് പദ്ധതിയുടെ മാറ്റം? മുനാക്കശ. പറഞ്ഞ മുഅല്ലിമീ കയ്യിൽ മുട്ടായി ഉണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു, ഇവിടുന്ന് എത്തൂലല്ലോ, കയ്യിൽ മുട്ടായി ഇല്ല. മുനാക്കശ എന്താ? മുനാക്കശൻ്റെ അർത്ഥം എന്താ? നേരിട്ട് അർത്ഥം എന്താ? ഒന്ന് ഉറക്കനെ പറയും, നേരത്തെ പറഞ്ഞ മാതിരി, മുനാക്കശ പറഞ്ഞ മാതിരി. ഡിബേറ്റ് അതാണ് ഈ മുമ്പിൽ പറഞ്ഞ ആളെ അഭിനന്ദിക്കാൻ. ഡിബേറ്റ്. അപ്പോൾ ഡിബേറ്റ് നടക്കുകയാണ്. എന്താ ഡിബേറ്റ്? കുഴപ്പത്തിൻ്റെ ഡിബേറ്റൊന്നുമില്ല. ഒന്നാമത്തെ ചർച്ച എന്താണ്? ഒന്നിലുള്ള കുട്ടി എന്തേ 10-എത്താത്തു, ഒന്നിലുള്ള കുട്ടി എന്താ 10-ൽ വരാത്തത് എന്താ? ആ കാരണമാണ് ചർച്ച. അതിന് 4 മുഅല്ലിമീങ്ങളെ നേരത്തെ ജനറൽ ബോർഡിൽ വെച്ച് തിരഞ്ഞെടുക്കുകയും ആ 4 മുഅല്ലിമീങ്ങൾ കൃത്യമായി ആ വിഷയമായി പഠിച്ചൊരു നോട്ടുമായി വന്ന്, എൻ്റെ അനുഭവത്തിൽ എൻ്റെ മദ്രസയിൽ 60 കുട്ടികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 4 കുട്ടികളേ ഉള്ളൂ, അതിന് ഇന്ന കാരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു മുഅല്ലിം പറയുന്നു, ആ കാരണത്തോടെ എനിക്ക് യോജിപ്പില്ല, ഇന്ന കാരണമാണെന്ന് മറ്റേ ആൾ സമർത്ഥിക്കുന്നു.
അതൊന്നുമല്ല. നിങ്ങൾ രണ്ടാളും പറഞ്ഞത് മൂന്നാളും പറഞ്ഞതല്ല. ഈ രൂപത്തിലാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പുറത്തുനിന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധി ഇപ്പുറത്തിരുന്നിട്ട് ഇതൊന്നും ഞങ്ങളുടെ നാട്ടിൽ അറിയില്ല, മദ്രസയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ക്ലാസ് കയറ്റോ അതുണ്ടാകുന്ന നേട്ടങ്ങളും ഗുണം ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിനി ആ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ബദ്ധശ്രദ്ധരാണെന്ന് മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളും പറഞ്ഞു. അതിലിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കുളത്തോ കമ്പിയൊക്കെ വെച്ചാൽ അത് തീർക്കാൻ വേണ്ടി 172 മുദരിമാരെ ജമിയത്തുൽ മുഅല്ലിമീൻ നിയമിച്ചിട്ടുണ്ട്. 172 പേരെ. അവർക്ക് 1800 രൂപ അലവൻസ് കൊടുത്തിട്ടാണ് ഓരോ പരിപാടിക്കും വരുന്നത്. അതുകൊണ്ട് ആ മുദരിബ് എഴുന്നേറ്റ് നിന്നിട്ട് 10 മിനിറ്റ് ഇവിടെ നടന്ന ഡിബേറ്റിനെ പറ്റി ഇന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇന്ന രൂപത്തിലും കൂടി ആയാൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്ന് മുദരിബ് ഡിബേറ്റ് ചെയ്യുകയും ആ ചർച്ചയുടെ സാരാംശം യോഗത്തിൽ വന്ന മുഅല്ലിമീങ്ങൾ മനസ്സിലാക്കി സ്വന്തം റേഞ്ചിലും മദ്രസയിലും നടപ്പിലാക്കുക എന്നുള്ളതാണ് തദ്രീബിൻ്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട് പ്രാവശ്യം മുനാക്കശയുടെ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി പാലിക്കപ്പെടാൻ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെയും എല്ലാ ഇവിടെ ഒരുമിച്ച് സദർ മുഅല്ലിമീങ്ങളൊക്കെ ആ കാര്യത്തിൽ ബദ്ധശ്രദ്ധരാവണമെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. ഇനി വേറൊരു കാര്യം കൂടി ഇപ്രാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ജമിയത്തുൽ മുഅല്ലിമീൻ. മുദരിബുമാർ ചില ആളുകളൊക്കെ, എല്ലാവരും പറയാനില്ല, ചിലപ്പോൾ 1-2 ആളുകളൊക്കെ രാവിലെ റേഞ്ചൊക്കെ 7:30 8:15 മുദരിബുമാർ എത്തുന്ന റേഞ്ചുകളുണ്ടെന്ന് കേൾക്കാറുണ്ട്. എത്ര ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല വയനാട്ടിൽ. അതുകൊണ്ട് അങ്ങനെ വരുന്ന മുദരിബുമാരൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലെ ഒരു 3 റേഞ്ചിലേക്ക് ഒരു നിരീക്ഷകനെ നിയമിക്കാൻ വേണ്ടി സെൻട്രൽ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പണി തിരക്കണില്ല അല്ലേ? ഒരാളെ നിയോജനം, അയാൾക്ക് കീഴിൽ 3 റേഞ്ച് ഉണ്ടാവും. അയാളെ പണി അയാളെ മാത്രം നോക്കാനല്ല. ആരിസ് ബാക്കബ് കമ്പാലക്കാട് റേഞ്ചിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ആണെങ്കിൽ ആരിസ് ബാക്കബ് വരുന്നതും പോകുന്നതും നിരീക്ഷകൻ്റെ ചുമതലയിലുണ്ട്. അഷ്റഫ് ഫൈസി പനമ റേഞ്ചിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിൽ അഷ്റഫ് ഫൈസി പനമ റേഞ്ചിൽ എപ്പോഴാണ് വരുന്നത്, അഷ്റഫ് ഫൈസി യോഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് പൊങ്ങിയോ എന്നൊക്കെ നോക്കി റിപ്പോർട്ട് ചെയ്യുന്ന നിരീക്ഷകനെ കൂടി അടുത്ത് നിയമിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ജാസൂസിൻ്റെ പണിയെടുക്കല്ല ജമിയത്തുൽ മുഅല്ലിമീൻ, ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കലും നന്നാക്കലുമാണ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ലക്ഷ്യം. അപ്പോൾ നടക്കുന്നുണ്ട്. ഇനി ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മറ്റൊരു ലക്ഷ്യം അധ്യാപനം ശാസ്ത്രീയവും ലളിതവുമാക്കുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉസ്താദന്മാരൊക്കെ സ്ഥിതി, കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ ഒരു മുഅല്ലിം വന്നു. ആ മുഅല്ലിം വന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് അയാളെ കുടുംബകാര്യങ്ങളെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യം തീർക്കാൻ വേണ്ടി സഹായിക്കാൻ ഒപ്പിട്ട് കൊടുക്കാൻ എന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പോൾ മുഅല്ലിമായി മാറിയതെന്ന്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. ഉസ്താദിൻ്റെ പേര് അവിടെ പറയില്ല. ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ദർസിന് പോയിരുന്നു. ഒരു ദിവസം അണ്ടർവയർ എൻ്റെ ഷെഡ് ഇങ്ങനെ ഇട്ട് കണ്ടപ്പോൾ മൂത്രം മുറിഞ്ഞു പോകില്ലടാന്ന് പറഞ്ഞിട്ട് എൻ്റെ പെരടിക്ക് 4 തന്നു. അപ്പോൾ ഷെഡിടാൻ കഴിയാത്ത മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഈ ഉസ്താദിൻ്റെ അടുത്ത് ഇനി നിന്നൂടാണ്ടാന്നുണ്ട് ഇറങ്ങിപ്പോൾ ഞാൻ ദർസുന്നാണ്. എൻ്റെ കൂടെ ജോലി ചെയ്ത മൊയ്തീൻകുട്ടി വാക്കും എൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് വന്നപ്പോൾ കൈയൊക്കെ തന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ രൂപത്തിലായിരുന്നു തഅലീമ് ചെയ്തിരുന്നത്. അവിടെ SOSൻ്റെ പ്രസിഡൻറ്റും ജമാഅത്തിന് ജോയിൻറ്റ് സെക്രട്ടറി ആയ ഷൗക്കത്ത് അലി ഉണ്ട്, ഉസ്താദിനെ അറിയിക്കാറ് ഇബ്രാഹിം അലിജൻ. ഇന്നാൾ മീറ്റിംഗ് കൂടുമ്പോൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങളോട് ഞാൻ നിങ്ങളടുത്ത് മദ്രസയിൽ പഠിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് അടങ്ങാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോൾ മറഞ്ഞു നിന്ന് ഉരുളൻകല്ലെടുത്ത് നിങ്ങളെ മണ്ടക്കെറിഞ്ഞാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ അന്നുണ്ടായ ആ പെരുമാറ്റ രീതിയും ഇന്ന് നമ്മളെ മനസ്സും കുട്ടികളുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ ഒരളവ് കോല് വെച്ച് അളക്കുമ്പോൾ ഞാൻ എന്ത് കാട്ടാളനായിരുന്നു അന്ന് എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അനുഭവം. തദ്രീബിൽ പങ്കെടുത്ത മിക്ക ആളുകൾക്കും, കൃത്യമായി വന്ന് പങ്കെടുത്ത ആളുകൾക്ക് പടച്ചവനെ ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറേണ്ടത്, അല്ലേ വൈദ്യുരുസ്താദെ ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറേണ്ടത്, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അധ്യാപനം കോഴ്സുകളും ഒക്കെ പഠിപ്പിക്കലാണ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മറ്റൊരു ലക്ഷ്യം. ഇപ്പോൾ ഇന്നലെ ചേളാരിയിലെ ലിഖിത പരിജ്ഞാന കോഴ്സിന് വേണ്ടി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. ഒരാളെ ട്രെയിനറെ വെച്ചിട്ട് 8-10 പേർക്ക് എങ്ങനെയാണ് എഴുത്തും തുടക്കവും ഒടുക്കമൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ റഹ്സ് എങ്ങനെയാണ്, ഹില്ല് എങ്ങനെയാണ്, അതിൻ്റെ ജിസ്മ എങ്ങനെയാണ്, എവിടുന്ന് തുടങ്ങണം, ചിലയിടത്ത് വരുമ്പോൾ പുള്ളി ഇടണോ പുള്ളി വേണ്ടേ, അലിഫ് എങ്ങനെ എഴുതണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ലിഖിത പരിജ്ഞാന കോഴ്സിൻ്റെ സമാപനമായിരുന്നു വ്യാഴാഴ്ച. ഞാൻ പോയിരുന്നു. ഒരു 10 ആളെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു 3 ആളെ
ക്ലാസ്സിന് പറഞ്ഞേക്കാൻ സന്നദ്ധരെ യോഗ്യരായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതും ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദുമാരെ സഹായിക്കുക, അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ ഈ 3 ലക്ഷ്യങ്ങൾ നിങ്ങളൊന്നും മറന്നു പോകരുത്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഉസ്താദുമാരെ സഹായിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ നിസാമിയെ പോലെയുള്ള ചേളാരിയുള്ള ഉസ്താദുമാരൊക്കെ ഗൾഫിൽ പോയി ഹുണ്ടിക വെച്ചുകൊണ്ട്, എല്ലാ കടകളുടെ മുമ്പിൽ ഹുണ്ടിക വെച്ചുകൊണ്ട് അതിൽ 1 റിയാലും 1 ദിർഹമും 2 ദിർഹമൊക്കെ ഇടുന്ന ആ ഹുണ്ടിക പണം കൊണ്ടായിരുന്നു ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലുണ്ടാകുന്ന ഉസ്താദുമാരുടെ വിവാഹത്തിനും ഭവന നിർമ്മാണത്തിനും രോഗചികിത്സയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ആ ക്ഷേമനിധിയുടെ വലിപ്പം വളരെ 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 വലുതാണ്. ഈ വർഷം തന്നെ 28ഉം കഴിഞ്ഞ വർഷം 18ഉം അങ്ങനെ 36 വീടിന് വേണ്ടിയിട്ട് 3,60,00,000 രൂപ ജമിയത്തുൽ മുഅല്ലിമീൻ വീട് നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒരു വീടിന് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളെ മഹത്വമല്ല, ഇന്ത്യ അഷ്റഫ് വൈസ് കൗൺസിലുണ്ട്, ഞങ്ങളെ മഹത്വമല്ല. നിങ്ങളുടെ ഇടയിലേക്ക് മുഅല്ലിം ഡേ എന്ന് പറഞ്ഞൊരു പദ്ധതിയുമായി സർക്കുലർ വരുമ്പോൾ ചില ആളുകളൊക്കെ അതിൽ നിന്ന് ലേശമൊന്ന് പുറകോട്ട് നിന്നാലും പല ആളുകളും മുമ്പോട്ട് നിന്നുകൊണ്ട് ആ ബക്കറ്റിലിടുന്ന നാണയത്തുട്ടുകൾ 100 രൂപയും 50 രൂപയും 500 രൂപയും ശേഖരിച്ചു കൊണ്ടാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്. കിടപ്പാടം പോലുമില്ലാത്ത, അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ താനൂർ കടപ്പുറത്ത് ഒരു ഉസ്താദിൻ്റെ വീടിന് കുറ്റിയടിക്കാൻ വേണ്ടി പോയിരുന്നു. കടപ്പുറത്ത് മൺകട്ടയിൽ വീടുകളിങ്ങനെ ഒലിച്ചിറങ്ങുന്ന, ഓടുകളിൽ നിന്നുള്ള വെള്ളം ഒലിച്ചിറങ്ങുന്ന സാധു ഒരു ഫൈലി അദ്ദേഹത്തിനാണ് വീടിന് കുറ്റിയടിച്ച് പോകുന്നത്. 10 ലക്ഷം രൂപ. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഏതെങ്കിലും പള്ളിയിൽ വന്ന് ബക്കറ്റിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്ത 100ഉം 50ഉം 200ഉം 500 രൂപ സ്വരൂപിച്ചു കൊണ്ടാണ് ആ സാധു മുഅല്ലിമിന് 10 ലക്ഷം രൂപ വീട് നിർമ്മിക്കാൻ കൊടുത്തത്. അങ്ങനെ 36 വീടുകൾ കഴിഞ്ഞ വർഷം ഈ വർഷവും കൂടി 3,60,00,000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ തന്ന ഫണ്ട് കൊണ്ടാണ്. അതുകൊണ്ട് കൈത്താങ്ങ് വരുമ്പോൾ എന്ത് പിരിവാപ്പാതെ എപ്പോഴും എന്നൊന്നും പറയാതെ ചിന്തിക്കാതെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം കൃത്യമായി മനസ്സിലാക്കി കൈത്താങ്ങിന് പിന്നിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ 36 അല്ല, അടുത്ത വർഷം 36 വീട് കൊടുക്കാൻ കഴിയും. പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വരുന്ന ജൂൺ ജൂലൈയിലാണ് കൈത്താങ്ങ് ഫണ്ട് സമയം ഉണ്ടാവുക. ഇനി വേറൊന്നുകൂടി, പെൻഷൻ കൊടുക്കുന്നു. സോറി തിരുത്തുന്നുണ്ട്. കൈത്താങ്ങല്ല കേട്ടോ, 2ൻ്റെ ആൾ ഞാനായതുകൊണ്ടായി വിദ്യാഭ്യാസ ബോർഡിനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് മുഅല്ലിം ഡേ ആണ്. അഷറഫ് വൈസ് സന്തോഷമുണ്ട്. അപ്പോൾ മുഅല്ലിം ഡേ ആണ്. ഈ കൈത്താങ്ങ് പിന്നീട് പറയാം, പിന്നെ പറയാമെന്നു തോന്നുന്നു. അപ്പോൾ ഇനി 1021 പേർക്ക് ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുഅല്ലിം പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലിപ്പോൾ കുറേ എണ്ണം മരിച്ചുപോയി. ഇപ്പോൾ 617 എണ്ണമാണ് ഇപ്പോൾ ഓർഡറായിട്ടുള്ളത്. ഒരു മുഅല്ലിമിന് 1200 രൂപയാണ് മാസം പെൻഷൻ. അത് കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് 1200 രൂപ വരും. എത്ര വലിയ മക്കളുണ്ടെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവൻ അധ്വാനിച്ച മേഖലയിൽ നിന്ന് 10 രൂപ അവസാനം വയസ്സുകാലത്ത് ചായക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മലപ്പുറത്ത് ഹൈദർ സൂലിയരുണ്ടാകുന്നു, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രസിഡന്റ്. വൈത്തിരി മൂല്യർക്ക് അറിയാം മുപ്പരിച്ചിരിക്കുന്നുണ്ട്. വൈത്തിരി ഉസ്താദ് ഞാൻ പറയില്ല, ഞങ്ങളവിടെ ചേളാരി ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ജോലിയിൽ. ഈ ഹൈദർ സൂലിയർക്ക് പെൻഷൻ പാസ്സാക്കിയിട്ട് അന്ന് 300 രൂപ പെൻഷന്. ആ പെൻഷൻ വാങ്ങാൻ വേണ്ടി ഹൈദർ സൂലിയർ കയറി വന്ന രംഗം ഞാൻ എപ്പോഴും മറക്കണില്ല. ആ പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അയാൾ പറയണ്ടായി, ഇത് പടച്ചോനെ ഇജ്ജിച്ച് ജോലി ചെയ്ത പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു 300 രൂപ പെൻഷനായിട്ട് തന്നില്ലേ, നേരം വെളുത്ത ഒരു ആപ്പ് ചായ കുടിക്കാൻ റബ്ബേ നിനക്ക് സ്തുതി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ 300 രൂപ വാങ്ങിപ്പോയത്. അങ്ങനെയുള്ള ആ പെൻഷൻ ഇന്ന് 1200 രൂപ. 35 വർഷം സേവനവും 60 വയസ്സും തികഞ്ഞവർ അപേക്ഷിച്ചാൽ ഏത് സമയവും പെൻഷൻ കിട്ടാൻ അയാൾ അർഹനാണ്. പക്ഷെ എന്തു വേണം? ചിലപ്പോൾ ചില ആളുകളൊക്കെ വേതനം അടക്കാൻ വേദനയുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിമറി നടത്തുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് ആ പെൻഷൻ കൊടുക്കുന്നുണ്ട് 1200 രൂപ. ഇനി വേറെ ഒരു സംഭവം കൂടി കൂട്ടത്തിലുണ്ട്. അതെന്താ അറിയോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. പാലക്കാട് ജില്ലയിലെ തെക്കുവിയ സംഗമത്തിൽ ഞാൻ ഈ വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മകളപ്പം കെട്ടിച്ചിട്ടുള്ളൂ, പൈസ കിട്ടുമോ, ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഇതറിയാത്ത കുറേ
ആളുകൾ എൻ്റെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞ ഇടപാടും കൂടി ഇപ്പോൾ 2-3 വർഷമായിട്ട് ജമിയത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയിരിക്കുക. എന്താ ഗ്രാറ്റുവിറ്റി? ഒരാൾ 35 വർഷം സേവനം ചെയ്താൽ ഒരു വർഷത്തിന് 5 ദിവസം എന്ന കണക്കിൽ 35 × 5 ഗുണിച്ചാൽ എത്ര കിട്ടും? 175. അയാൾ പിരിയുമ്പോൾ എത്ര ശമ്പളം വാങ്ങിയെങ്കിൽ ആ ശമ്പളത്തിൻ്റെ സംഖ്യ എത്രയാണ്? 15,000 രൂപ വാങ്ങുകയാണെങ്കിൽ 500 രൂപ ഉണ്ടാവും ഒരു ദിവസത്തിന്. അപ്പോൾ ഈ 175 × 500 ഗുണിച്ചാൽ എത്ര കിട്ടും? ഒരു 80,000 റുപ്യോളം 82,000 റുപ്യോളം കിട്ടും. ആ പൈസ കൂടി കൊടുത്തുകൊണ്ടാണ് പെൻഷൻ ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്നത്. 1 ലക്ഷം വാങ്ങിയവരുണ്ട്, 85,000 വാങ്ങിയവരുണ്ട്, 45,000 വാങ്ങിയവരുണ്ട്. ഈ കഴിഞ്ഞ വർഷം 96 ലക്ഷത്തി സംതിങ് ഫണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് ജമിയത്തുൽ മുഅല്ലിമീൻ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതിനെന്ത് വേണം? അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റിയൊക്കെ വന്നപ്പോൾ മുഅല്ലിമീങ്ങൾ ചില വളവന്മാർ എന്ത് ചെയ്തു അറിയോ? പിരിയണ വർഷത്തിൽ 500 അല്ല എനിക്ക് ശമ്പളം ഇപ്പോൾ 18,000 600 അടച്ചു. അതിൻ്റെ മുമ്പത്തെ വർഷം പരിശോധിക്കുമ്പോഴൊക്കെ 100 200 സംഭവം. അപ്പോൾ മൂപ്പര് ഞാൻ പള്ളിയിലെ ഖത്തീബാണ്, എനിക്ക് 15,000 രൂപ ശമ്പളമുള്ളൂ, പള്ളിയിൽ നിന്ന് 8,000, സദറിന് 2,000, സാധാ മുഅല്ലിമിന് കിട്ടുന്നത് 3,000 ഉള്ളൂ, അതുകൊണ്ട് 100 പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ ചില വളവന്മാരൊക്കെ രംഗത്ത് വന്നതുകൊണ്ട് എന്തായി, ബാക്കിലേക്കുള്ളൊരു 4 വർഷം 5 വർഷം ഒന്ന് താരതമ്യം ചെയ്യും. കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം ഇയാൾ എത്ര അടച്ചു ഒരു മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ താരതമ്യം എത്ര പേര് ഒരു ദിവസം അതിനാ ഗ്രാറ്റുവിറ്റി കൊടുക്കുക. അപ്പോൾ പണ്ട് കൊടുവള്ളിക്കാരൊരു മൂല്യർ കൊടകിലുണ്ടായിരുന്നു, എനിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. അയാൾ വേതനവിഹിതം ചോദിച്ചപ്പോൾ, ഉസ്താദെ വേതനവിഹിതം അടക്കാൻ തൽക്കാലം വേദനയുള്ളതിനാൽ ഞാൻ അടക്കുന്നില്ല. അപ്പോൾ ആ മൂല്യർ ഞാൻ കാണലുണ്ട്, വേദന തീർന്നു സ്വകാര്യം ചോദിക്കലുണ്ട് ചവിട്ടിൽ, വേദന തീർന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവം. അപ്പോൾ അത്രയും നല്ല മനോഹരമായൊരു പദ്ധതിയാണ് ഗ്രാറ്റുവിറ്റി. അതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ മുഅല്ലിമിൻ്റെ പോലത്തെ സംഖ്യകളെ അവിടെ കൊണ്ട് നടക്കുന്ന പൈസ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അവിടെ ബാക്കി വരുന്ന മിച്ചം പൈസ കൊണ്ട് കോഴിക്കോട് ചില ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വാടക ഉപയോഗപ്പെടുത്തിയിട്ടും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ അവിടെ സമസ്തയിൽ നോട്ടടിക്കുന്ന പരിപാടി ഒന്നുമില്ല. നമ്മൾ സഹായിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയും. എൻ്റെ പിന്നിൽ പൊയ്ത്തും കടവുണ്ട്, അദ്ദേഹത്തിൻ്റെ സമയം കൂടി ഞാൻ അപഹരിച്ചെടുത്ത കണ്ണൂർ പോകേണ്ട മൂപ്പർമുറകിലുണ്ട്. ഇനി ഈ വർഷം ഉണ്ടായൊരു സംഭവമാണ് മഹ്കമ. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കണം നല്ലോണം. എന്താണ് മഹ്കമ? മഹ്കമ പറഞ്ഞാൽ അതിൻ്റെ നേരെ അർത്ഥം ഉദ്ദേശിക്കുന്നത് അദാലത്ത്, കോടതി. ഒരു കോടതിയാണ് മഹ്കമ. എന്താണ് അദാലത്ത് എന്ന് വെച്ചാൽ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ എല്ലാ റെക്കോർഡുകളും കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ആളുകൾക്ക് 450 മാർക്ക് നിശ്ചയിച്ചിട്ട് 450-ൽ 90% മാർക്ക് ലഭിച്ചാൽ ആ റേഞ്ചിന് എ ഗ്രേഡും 2,000 രൂപ അവാർഡും കൊടുക്കുന്ന മഹത്തായ ഒരു പദ്ധതിയാണ് മഹ്കമ. എന്തിനാണ് ഈ മഹ്കമ കൊണ്ടുവന്നത്? പല ഫണ്ടുകളും പല റേഞ്ചുകളിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് നേരെ ഓഫീസിലേക്ക് എത്തൂല. അടുത്ത മാസം കൊടുക്കുക, പിറ്റേ മാസം കൊടുക്കുക. ഇക്ബാല ഞാനെത്തും, കണ്ണൂരെത്തും, അടുത്ത മാസം കൊടുക്കുക, പിറ്റേ മാസം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ കഴിഞ്ഞ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ, കുറ്റപ്പെടുത്തുകയല്ല, കൈത്താങ് പദ്ധതിയുടെ ഫണ്ട് അടച്ചിട്ടില്ല. ഓഫീസ് ലിസ്റ്റ് കിട്ടി. അത് ജില്ലാ സെക്രട്ടറി ഹുസൈൻകുട്ടി മുസ്ലിയാർക്ക് റെഫർ ചെയ്തപ്പോൾ നിങ്ങളെന്താ പറയുക, പൈസയൊക്കെ അടച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ റേഞ്ചിൽ ഈ ഉസ്താദ് കണക്കൊക്കെ അവതരിപ്പിച്ച് റെഡിയാക്കിയിട്ടുമ്പോൾ കൈത്താങ്ങിന് ഇത്ര കൊടുത്തു, മുഅല്ലിമിൻ്റെക്ക് ഇത്ര കൊടുത്തു, പക്ഷേ കാശ് മൂപ്പരെ പോക്കറ്റിലാണ്. ചേളാരി വിദ്യാഭ്യാസ ബോർഡിൽ അടച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ നിലയ്ക്ക് ഈ വർഷം വയനാട് ജില്ലയിൽ ആർക്കും തന്നെ എ ഗ്രേഡ് കിട്ടിയിട്ടില്ല. അത് തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശില്പശാലയൊക്കെ ഒരാഴ്ച മുമ്പ് ചേളാരിയിൽ നടത്തപ്പെട്ടു. ആരിസ് ഉസ്താദും അഷ്റഫ് ഫൈസിയും IT കോർഡിനേറ്ററൊക്കെ വന്ന ക്ലാസ്സൊക്കെ കേട്ടു. ഇനി മഹ്കമയുടെ ശില്പശാല കൃത്യമായിട്ട് വയനാട് ജില്ലയിൽ നടന്ന് ഓരോ റേഞ്ചിലും എ ഗ്രേഡിലേക്ക് എത്താൻ വേണ്ട എല്ലാ പണിയും ഞങ്ങൾ എടുക്കുമെന്നുള്ള അസ്മോട് കൂടിയാണ് ആരിസ് ബാക്കവി അവിടുന്ന് പടിയിറങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ ഇടയ്ക്കെന്നോട് ചോദിച്ചു, ഇക്കൊല്ലം മഹ്കമെന്നാൽ നീട്ടിക്കൂടെ, മൂപ്പർക്ക് എന്തോ ഹജ്ജിനോ ഉംറയ്ക്കോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അല്ല, തുടങ്ങുകയാണ് വിഷയം തുടങ്ങുന്നതുകൊണ്ട് കറക്റ്റായിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ താല്പര്യമില്ലായിട്ടല്ല. അപ്പോൾ അടുത്ത വർഷം ഈ കാര്യങ്ങളൊക്കെ നിലനിർത്തി മഹ്കമ വിജയിപ്പിക്കണം. പിന്നെ പരീക്ഷ, 3 പരീക്ഷ നമ്മൾ നടത്തുന്നത്.
ഈ പരീക്ഷയൊക്കെ പാദവാർഷിക പരീക്ഷയൊക്കെ ഒരു പ്രഹസനമായി കാണുന്ന ചില മദ്രസകളുണ്ട് നമ്മൾ സംശയിക്കപ്പെടുകയാണ്. ഈ വർഷത്തെ സിലബസ് ഏതുവരെ ഉണ്ടാവും പാദവാർഷിക പരീക്ഷയ്ക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ? മുഹറം വരെ. സഫർ 1, സഫർ 1, 2 പരീക്ഷ ആരംഭിക്കും, മുഹറം 1 വരെ. അപ്പോൾ നമ്മൾ ഈ പരീക്ഷയൊക്കെ ഒരു കുത്തഴിഞ്ഞ രൂപത്തിലാക്കിയാൽ ഇതിനൊന്നും ഒരു വാലും വിലയില്ല എന്ന് ഈ മക്കൾ മനസ്സിലാക്കും. പിന്നെ അരക്കൊല്ല പരീക്ഷയ്ക്കും പഠിക്കൂല, വാർഷിക പരീക്ഷയ്ക്കും പഠിക്കാൻ മടിയായിരിക്കും. അതിപ്പോൾ എന്താ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ഉസ്താദിന മാർക്ക് കിട്ടാനൊക്കെ അല്ലേ പരീക്ഷയല്ലേ. അപ്പോൾ ആ നിലക്കൊക്കെ തോന്നുന്നത് കൊണ്ട് വളരെ കൃത്യവും കണിശവുമായ നിലക്ക് പരീക്ഷകളെ നാം നേരിടേണ്ടതുണ്ട്. പരീക്ഷയെ നേരിടുന്നതിൻ്റെ ഒക്കെ പുറത്ത് നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഒരുപാട് നല്ല നല്ല ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. മുഅല്ലിമീങ്ങളാവുന്ന നമ്മളൊക്കെ ഓരോ പാഠങ്ങൾ എടുത്തു വരുമ്പോൾ ആ പാഠങ്ങളുടെ ആശയ സമ്പൂർണതയ്ക്ക് വേണ്ടി കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സിലേക്ക് പോകേണ്ടത്. 2 വരിയോ 3 വരിയോ 4 വരിയൊക്കെ ഒരു ദിവസം എടുക്കേണ്ടി വരിക. പക്ഷേ ആ പറയുന്ന ആ കാര്യങ്ങളിലെ ആശയം കുട്ടികളുടെ മനസ്സിലേക്ക് പതിയുകയും ആ ഓർമ്മയിൽ നിന്ന് നല്ല ചിന്ത ഉണ്ടാവുകയും നല്ല ചിന്തയിൽ നല്ല മനസ്സുണ്ടാവുകയും നല്ല മനസ്സിൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകാനാണ് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വെറും പരീക്ഷയ്ക്ക് കാണാതെ പഠിപ്പിച്ചാൽ പോരാ. പരീക്ഷയ്ക്ക് നമ്മൾ അതിൻ്റെ മുമ്പ് പാഠങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ മനസ്സിൽ തട്ടുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. ഇന്ന് അതിനൊന്നും ആർക്കും സമയമല്ല. ബെല്ലടിക്കുമ്പോൾ തന്നെ 7:10 ബെല്ലെങ്കിൽ 7:10 സ്കൂട്ടർമ കയറി ശ്വാസം വിട്ടാണ് ചെല്ലും. എല്ലാവരും അല്ലേ പറയണത്. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ സെക്കൻഡ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ വിയർത്ത് കുളിച്ച മനസ്സും തിരക്കി വന്ന മനസ്സും എല്ലാം പാടെ ഒരുമിച്ച് കൂടി 3/4 മണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ബെല്ലടിച്ച് സലാത്തിലിനീൻ്റെ മുമ്പ് വലിയും പുറത്തും പോയി കഴിഞ്ഞാൽ കുട്ടികളുമായുള്ള ബന്ധമോ പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ ആശയങ്ങളോ തമ്മിൽ ഒരു ജോയിൻറ്റുമില്ല, അതൊരു മാച്ചിങ്ങും ഇല്ലാത്തൊരവസ്ഥ പല മദ്രസകളിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മൾ തടയിടേണ്ടതുണ്ട്. പാഠങ്ങളുടെ വരി ചുരുങ്ങലിലല്ല കഥ. പാഠങ്ങളിൽ 1 വരിയാലും 2 വരിയാലും അതിനെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കലാണ് ബാധ്യത. സാദിഖ് പറഞ്ഞത് മരിക്കുന്നത് വരെ അബ്ദുറഹ്മാനെ ഞാൻ പാലക്കാട് ജന്നത്തുലുലൂമിലെ മദ്രസയിൽ ക്ലാസ് എടുക്കാൻ പോയി. അതിക്കായിരുന്നു 6ാം ക്ലാസ്സിൽ എനിക്ക് ക്ലാസ്. 2 ആഴ്ച കൊണ്ട് തീർത്തു. അതിക്ക് തീർത്തിട്ട് അത് തീർന്നല്ലോ ഇനി എന്താ അടുത്ത പരിപാടിയെന്ന് ഞാൻ പോയി ചോദിക്കണ്ടായിരുന്നു. എപ്പോഴും ഗൗരവത്തിൽ സാദിഖ് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ ഒന്നും ആവാതെ നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഇനി അർദ്ധവാർഷിക പരീക്ഷ എന്നാ സിലബസ് പ്രകാരം ഏതുവരെ ചോദ്യം ഉണ്ടാവും? റബീഉൽ ആഖിർ വരെ. അപ്പോൾ എപ്പോഴാണ് പരീക്ഷ ഉണ്ടാകുക? ജമാഅത്തുൽ അവ്വലിലെ. പിന്നെ ഷഅബാൻ 15 കഴിഞ്ഞാൽ ബാക്കിയുള്ള വാർഷിക പരീക്ഷ. ഇപ്രാവശ്യം ആ പ്രാക്ടിക്കൽ പരീക്ഷ വെച്ചിട്ട് എന്തോ ഒരു ബഹളം. അവസാനം മുഅല്ലിമീങ്ങളൊക്കെ നാട്ടിൽ പോണ സമയത്ത് ഇത് കൊണ്ടുപോയി വെച്ചു. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ജില്ലാ സെക്രട്ടറിമാരൊക്കെ ബഹളം വെച്ചിട്ട് എന്നാലും പ്രാക്ടിക്കൽ വേണം, പക്ഷെ അത് 2 ദിവസം മുമ്പാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാക്ടിക്കൽ പരീക്ഷ കൊണ്ട് കുറേ മാറ്റങ്ങളുണ്ട്. സാധാരണ രക്ഷിതാക്കൾ പറയലെന്താ, +1 +2 പഠിച്ച് പരീക്ഷയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കുട്ടി വന്നിട്ട് പുരയിൽ അത്തയ്യാത്തിൻ്റെ ഇരിക്കുമ്പോൾ ഇഫ്ത്റാഷിൻ്റെ ഇരുത്തം അറിയില്ല, തവറുക്കിൻ്റെ ഇരുത്തം അറിയില്ല. അപ്പോൾ ആദ്യത്തെ അത്തയ്യാത്തിൻ്റെ അവസാനത്തെ അത്തയ്യാത്തിൻ്റെ ഇരുത്തം പോലും എൻ്റെ മകൾക്കും മോനും അറിയില്ലല്ലോ ഉസ്താദേ, എന്ത് +2 എന്ന് ചോദിക്കുന്ന മാനേജ്മെൻറ്റും രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലാണ്. ഇനി സുപ്രഭാതം ദിനപത്രം അങ്ങോട്ട് എൻ്റെ ബാധ്യതയാണ്, പെട്ടെന്ന് പറഞ്ഞു പോകാം, സമയം കഴിഞ്ഞു. 2014 മഹാനായ കോട്ടുമല ബാബു മുസ്ലിയാരും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ സുന്നി സമൂഹത്തിലേക്ക് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്നൊരു പത്രമാണ് സുപ്രഭാത ദിനപത്രം. അതിൻ്റെ വില ആണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണം. പത്രം തുടങ്ങുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ ഞാനും ഉത്തരവാദപ്പെട്ട അമീദ് വൈസിയെ പോലെയുള്ള ആളുകളൊക്കെ പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോയിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉത്തരവാദപ്പെട്ട നമ്മളെ മലബാറിലുള്ള വലിയ വലിയ നേതാക്കന്മാരെ ഞങ്ങളെ കണ്ടപ്പോൾ ചന്ദ്രിക പോലും ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ ഈ സുപ്രഭാതം 6 മാസം കൊണ്ട് നിങ്ങളൊന്ന് പൂട്ടേണ്ടി വരും പറഞ്ഞതാണ്. നമുക്ക് അനുഭവമാണ്. 6 മാസമല്ല, 10 വർഷമായി സുപ്രഭാതം ഇറങ്ങിയിട്ട് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. പല മുസ്ലിം പത്രങ്ങളും 5-6 മാസം ശമ്പളം കൊടുക്കാൻ സ്റ്റാഫിനെ വൈകിക്കുമ്പോൾ സുപ്രഭാതം 1 മാസവും ശമ്പളം വഹിക്കാതെ
മുന്നോട്ട് പോയി എന്നുള്ളത് ഏറ്റവും വലിയ പരമാർത്ഥമാണ്. ഇലാഹിയായ പിന്തുണയുള്ള ഒരു പത്രമാണ് സുപ്രഭാതം എന്ന് ഉറക്കെ പറയാണ്. ഇലാഹിയായ പിന്തുണ സമസ്ത ആർക്കും അറിയില്ലായിരുന്നു. തെക്കൻ കേരളത്തിലൊക്കെ പോയി സെക്രട്ടേറിയറ്റ് പോയി സമസ്ത അറിയില്ല. ഇന്ന് സമസ്ത അവർക്കറിയാം. നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താൽ പണ്ടൊക്കെ സെക്രട്ടേറിയറ്റ് ഉള്ളിൽ കയറണമെങ്കിൽ 14 ആളുകളെ കാണണം. ഇന്നതൊന്നും വേണ്ട. കീശേന്ന് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത് ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞാൽ വരൂ സുപ്രഭാതമല്ലേ കടന്നു വരുമെന്ന് പറയും. എല്ലാ വാതിലും തുറക്കപ്പെടും. നമ്മളെ അവസ്ഥ അതാണെങ്കിൽ നേതാക്കന്മാരുടെ അവസ്ഥയോ? അപ്പോൾ സമൂഹ മനസ്സിലെ ഏറ്റവും അവബോധമുണ്ടാക്കിയ പ്രബുദ്ധമുണ്ടാക്കിയ സമസ്തകൾ ജമിയത്തുൽ ഉലമ ജിഹയാണ് സുപ്രഭാതം. അപ്പോൾ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആരെങ്കിലും അതിനെതിരെ വരുന്നുണ്ടെങ്കിൽ അവരോട് ചിരിച്ച് ബഹുമാനത്തോടെ നിങ്ങൾ പെരുമാറിക്കൊണ്ട് കുറ്റപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് ഈ വർഷം ജമിയത്തുൽ മുഅല്ലിമിൻ്റെ കീഴിലെ സ്വദേശി റേഞ്ചും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വദേശി റേഞ്ച് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സർക്കുലറും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഇക്കഴിഞ്ഞ സുപ്രഭാതം ഗൾഫ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു ദുബൈയിൽ. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും മനോഹരമായ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ദുബൈയിലെ വുമൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ആ മഹത്തായ ചടങ്ങ് നടന്നത്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, ഇന്നതൊക്കെ മോശമായി എന്നൊക്കെ പറയാം, എന്ന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ സുപ്രഭാതം മുന്നോട്ടാണെന്നും കൂടി അടിവരട്ട് പറയുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനൊക്കെ വരുമ്പോൾ ഇത് നമ്മളുടെ എൻ്റെയും ആരിസ് ബാക്കവിയുടെയും അഷ്റഫ് ഫൈസിയുടെയും നിങ്ങളുടെയൊക്കെ ഫോട്ടോ വന്ന് സുപ്രഭാതത്തിലേ ഉള്ളൂ. മറ്റേ നമുക്ക് വന്നിരുന്നില്ല. നമ്മളൊക്കെ റേഞ്ച് ജമിയത്തുൽ ഭാരവാഹികളായതും ജില്ലാ ജമിയത്തുൽ ഭാരവാഹികളായി ഫോട്ടോ ഒരു പിശുക്കുമില്ലാതെ വെളിച്ചം കണ്ടതും ഇന്നതാണ് ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊക്കെ പുറം ലോകം അറിഞ്ഞതൊക്കെ അക്കടലാസ് കൊണ്ടാണ്. അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. വിവാദം പറയല്ല. ഒരു മുസ്ലിം പത്രവുമായി സുന്നി നേതാക്കൾ പോയിട്ട് ഒരു പേജ് ഞങ്ങൾ സമസ്തക്ക് തരുമോ എന്നൊരു പത്രത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവരോട് ചോദിച്ചു. ഒരു പേജ് ഞങ്ങൾക്ക് തരുമോ എന്ന്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പല വിഭാഗക്കാരുള്ളതാണ്, നിങ്ങൾക്ക് ഒരു പേജ് തന്നാൽ പറ്റുമോ എന്നുള്ള മറുപടിയാണ് ബുദ്ധിമുട്ടിയവർ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ നമ്മുടെ വാർത്തയുടെ വെളിച്ചം കാണാത്ത അവസരത്തിൽ വെളിച്ചം കണ്ടതാണ് സുപ്രഭാതം. ഇന്ന് സമസ്തയുടെ ആശയങ്ങളും അതുപോലെ തന്നെ കേരള സമൂഹത്തിലുണ്ടാവുന്ന വിദ്വേഷമില്ലാത്ത വാർത്തകളൊക്കെ തത്തുല്യമായി കണ്ടുകൊണ്ട് ആരെയും വെറുപ്പിക്കാതെ ആരോടും ഒരു വെറുപ്പ് വിദ്വേഷവുമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു പത്രമാണ് സുപ്രഭാതം. അതിന് പ്രചാരകരാവണം, പ്രവർത്തകരാവണം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി സമയം ഒരുപാട് കൂടിയില്ലേ? വിവാഹം, ക്ഷേമനിധി, 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം കേട്ടോ. 12:07 1-2 കാര്യം കൂടി പറഞ്ഞു നിർത്താം. ക്ഷേമനിധി നൽകുന്നുണ്ട്. വിവാഹത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു 25 വർഷത്തിന് മുതൽ സേവനകാലം ഉണ്ടെങ്കിൽ 32,000 രൂപ വരെ ജമിയത്തുൽ മുഅല്ലിമീൻ അനുവദിച്ചുകൊണ്ടിരിക്കും. 32,000 രൂപ. അപ്പോൾ ഒരാൾക്ക് 4-5 പെൺകുട്ടികളുണ്ടെങ്കിലോ മുമ്പ് 1 വാങ്ങി 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. എത്ര കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികളെയൊക്കെ കെട്ടിക്കുമ്പോൾ ഒരു നിശ്ചിത തുക കൊടുക്കാൻ വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കൊല്ലം ആരെങ്കിലും പെണ്ണെട്ടിയാൽ മാളെ കെട്ടിച്ചാൽ അടുത്ത കൊല്ലം മാളെ കെട്ടിക്കാണ്ടെങ്കിൽ അപേക്ഷിച്ചോളി, കുഴപ്പമില്ല, സഹായം ലഭിക്കും. ഒരു 20,000 രൂപ വരെയൊക്കെ രണ്ടാമതും അനുവദിക്കുന്ന അവസ്ഥയിലാണ്. പിന്നെ അടിയന്തര സഹായം, രോഗം കഠിനമാണെങ്കിൽ, രോഗം ക്യാൻസറോ വൃക്കയോ അതുപോലെ പിന്നെ അങ്ങനെ നീണ്ടുപോകുന്ന വലിയ രോഗമാണെങ്കിൽ 25,000 രൂപ സ്പോട്ടിൽ അനുവദിക്കാൻ ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനമുണ്ട്. അല്ലാത്തൊക്കെ ഒരു 10,000-15,000 കൊടുത്ത് നിർത്തും. അങ്ങനെ മേജർ ഓപ്പറേഷൻ വരുന്നൊരു കേസാണെങ്കിൽ അപ്പോൾ തന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി ലെറ്റർ ഹെഡിൽ അവിടെ ഓഫീസിൽ അറിയിച്ചാൽ അത് സെക്രട്ടറിയെ വിളിച്ച് അന്വേഷിച്ച് ആ രോഗിക്ക് 25,000 രൂപ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ തീരുമാനം. നിങ്ങളെ അറിയിക്കാണ്. അള്ളാഹു ആ നല്ല സഹായങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഭവന നിർമ്മാണം അതുപോലെയുള്ള മറ്റു അനുബന്ധ കാര്യങ്ങൾ, മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയുള്ള 10,000 രൂപ, അവശ്യസഹായത്തിന് വേണ്ടി അവശ്യസഹായം, സർവീസിൽ നിന്ന് പിരിഞ്ഞ് പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് ഒരു ചെറിയ സഹായം എന്നുള്ള നിലയ്ക്ക് 15,000 രൂപ ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് വിധവാ സഹായം 15,000 രൂപ ജമിയത്തുൽ മുഅല്ലിമീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി സഹായങ്ങളെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടും അത്യാഹിതമായി ബന്ധപ്പെട്ടൊക്കെ ജമിയത്തുൽ മുഅല്ലിമീൻ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുവർണ സേവന അവാർഡ്, രജത സേവന അവാർഡ് കിട്ടിയുണ്ടോ അരിസുസ്ഥാൻ? വയനാട് ജില്ലയിലെ രജത സേവന അവാർഡ് കിട്ടി ഈ വർഷം ആർക്കെങ്കിലും? ഇല്ല. 25 വർഷം ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ചെയർമാനോ ഒക്കെ ആയ ആളുകളെ
ആദരിക്കുന്നൊരു പരിപാടിയാണ് രജത സേവന അവാർഡ്. 7500 രൂപയോ മെമൻറ്റോയുമാണ് ഈ വർഷം കൊടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും പിറ്റത്തെ വർഷമൊക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ സുവർണ സേവന അവാർഡ് 50 വർഷം പിന്നിട്ട ആളുകൾക്കുള്ള സുവർണ സേവന അവാർഡും നൽകി വരുന്നു. ഇനി സമസ്ത കൈത്താങ്ങുമായി ബന്ധപ്പെട്ടാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് കാലങ്ങളായി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാൻ. എല്ലാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനും ബോർഡുമായ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനൊക്കെ അവസരം ലഭിച്ചുള്ള എളിയവനാണ് ഞാൻ. അതുകൊണ്ട് ഈ വെൽഫെയറുമായി ബന്ധപ്പെട്ട് കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം അപേക്ഷകൾ ഓഫീസിൽ വരാറുണ്ട്. വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്യാൻസർ രോഗികളെ, ഭാര്യ മരിച്ചവരെ, വീടില്ലാത്തവരെ, അതുപോലെ മദ്രസ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിവില്ലാത്തവരെ, പള്ളി പണി പൂർത്തിയാക്കാൻ കഴിവില്ലാത്തവരെ, മദ്രസയും പള്ളിയുമില്ലാത്ത മേഖലകളെ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്ന് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 25,000, 50,000 രൂപയൊക്കെ കൈത്താങ്ങുമായി ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട്. 2-3 വർഷമായിട്ട് എനിക്ക് അടുത്തറിയാം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ചാൽ അത് ലഭിക്കുന്നതാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളോടൊക്കെ പരാതി പറഞ്ഞമായി നമ്മളതിൽ ഇടപെടും. കിട്ടാതിരിക്കൂല. ഇനി വേറെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച വല്ല കാരണങ്ങളുണ്ടെങ്കിലേ കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കിട്ടുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്. നോമ്പിൻ്റെ മുമ്പ് റജബ് മാസത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റുമായി മുഅല്ലിങ്ങളുടെ നോമ്പിന് കൊടുക്കുന്ന സമ്മാനവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ വരും. കുറച്ച് മുമ്പിലേക്കായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ഈ വർഷം ഡിസംബറിൽ നടക്കും. അതും നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണം. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മെ ഇരുവീട്ടിനും വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മുൻകാല ആലിമീങ്ങൾക്ക് അള്ളാഹു താല നമ്മുടെ മുൻകാലത്ത് നമ്മൾ മരിച്ചു ആലിമീങ്ങളുടെ ഖബറുകളൊക്കെ സ്വർഗ്ഗപൂന്തപ്പാക്കുമാറാവട്ടെ. മരണം വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തു പറഞ്ഞോ അവിടെ നിൽക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മളോട് ശത്രുതയുണ്ടെങ്കിൽ നീരസമുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അല്ലാഹു തആല സ്നേഹം ഇട്ട് കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മൾക്കൊക്കെ ഒരേ പാതയിൽ പ്രവർത്തിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.